ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഒരു പ്രഭാതം കൂടി വീണ്ടും സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുന്ന വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ ചിന്തിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ആരംഭിക്കുന്നത് ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കും. നൽകപ്പെട്ടിരിക്കുന്ന ഭാഗം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തെ ആസ്പദമാക്കിയാണ്. ഇന്ന് നൽകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള തലക്കെട്ട് ആദ്യ പ്രവൃത്തി എന്നുള്ളതാണ്. നൽകിയിരിക്കുന്ന വേദവാക്യം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യാം. ഇവിടെ സ്വർഗത്തിലെ ദൈവം വെളിപ്പാടുകാരനായ യോഹന്നാന് പത്മോസ് ദ്വീപിൽ വെച്ച് 1-ാമത്തെ സഭയായിരിക്കുന്ന എഫെസോസ് സഭയ്ക്ക് നൽകിയതായിട്ടുള്ള ദൂതിൽ ഇപ്രകാരം പറയുന്നു: നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. എന്താണ് എഫെസോസ് സഭയ്ക്കുള്ളതായിട്ടുള്ള കുറവ് എന്ന് വളരെ സ്പഷ്ടമായിട്ട് മുന്നിലത്തെ ഭാഗത്ത് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവിടെ പറയുന്നു, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ് നിന്നെ കുറിച്ച് പറയുവാനുണ്ട് എന്ന്. എഫെസോസ് സഭയെ പ്രവചനാത്മകമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അപ്പോസ്തലിക സഭയുടെ കാലഘട്ടമായിരുന്നു എഫെസോസ് സഭ എന്ന്. അപ്പോൾ അപ്പോസ്തലിക സഭ എന്ന് പറയുന്നത് മുദ്ര പൊട്ടിച്ചപ്പോൾ കാണപ്പെട്ട വെള്ളക്കുതിരയെ പോലെ ശുഭ്രവസ്ത്രധാരി പരിശുദ്ധമായിരുന്നു ആദിമ സഭ. ആ ആദിമ സഭയെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ് നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. എന്നാൽ ആ കുറവ് എപ്രകാരം നികത്തണമെന്നും സ്വർഗത്തിലെ ദൈവം ഇവിടെ യോഹന്നാൻ അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്രകാരം തന്നെ 2000 വർഷങ്ങൾക്ക് പിന്നിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നമ്മോടും പറയുന്നു, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് മനസ്സിലാക്കി നിന്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നാം നമ്മെക്കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നമ്മൾ ദൈവത്തിന്റെ സത്യസഭയുടെ വക്താക്കളായ ആ സമയത്ത് നമ്മൾ കർത്താവായ ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനമേറ്റതായിട്ടുള്ള ആ സമയത്ത് നമ്മുടെ തീഷ്ണമായ ദൈവസ്നേഹം ഇന്ന് നമുക്കുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ദിവസം ചെല്ലുന്തോറും കാലം ചെല്ലുന്തോറും നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ നോക്കുമ്പോഴും ഓരോ വിശ്വാസ വീരന്മാരുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോഴും പലപ്പോഴും അവരും ഇതുപോലെ തന്നെ ആദ്യ സ്നേഹം കുറഞ്ഞ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി എന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ സ്നേഹനിധിയായ ദൈവം നമ്മോട് കൽപ്പിക്കുന്നു, നീ ഏതിൽ നിന്ന് വീണു എന്ന് മനസ്സിലാക്കി ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ആദ്യ സ്നേഹം വിട്ടുകളയാതെ ദൈവം നമ്മോട് പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുക. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ആ സ്നേഹം നമ്മൾ തിരിച്ച് പ്രകടിപ്പിക്കേണ്ടത് ദൈവ കൽപ്പനകളുടെ അനുസരണത്തിലൂടെയാണ്. അതുപോലെ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവകൽപ്പനകൾ അല്ലെങ്കിൽ ദൈവകൽപ്പന സ്നേഹം ദൈവത്തിന്റെ സ്വഭാവത്തെ പ്രകടിപ്പിക്കുന്ന സ്നേഹമാണ് എന്ന്. നമ്മൾ മറ്റുള്ളവരോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ, നമ്മൾ സ്വർഗത്തിലെ ദൈവത്തോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അത് കൽപ്പനയുടെ നിവർത്തീകരണമാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന. അപ്രകാരം ദൈവസ്നേഹമായിരിക്കുന്ന ദൈവകൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ആദ്യത്തെ പ്രവൃത്തി നമുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ദൈവത്തോടൊപ്പമായിരിക്കാം സ്വർഗത്തിലെ ദൈവം. അതിനായി എല്ലാവരെയും ഒരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അനുഗ്രഹമേറിയ ഒരു പ്രഭാതം അടിയുടെ ജീവിതത്തിൽ നൽകിയ വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന അടിയങ്ങൾ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അങ്ങയുടെ ആദ്യ സ്നേഹത്തിൽ നിന്നും അകന്നു പോകാതെ ആ ആദ്യ സ്നേഹമുള്ളവരായി അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരായി ജീവിക്കുവാൻ എൻ്റെ ദൈവം അടിയങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്ത് എന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.